പിതാവിനും പുത്രനും പരിശുദ്ധ സ്തുതി ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ട്രൂ ഫെയ്ത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ യാക്കോബായ സഭയിലെ ഇട്ടൂബ് ആലുക്കൽ കോറക്കിസ്കോപ്പ്. സത്യവിശ്വാസം സംബന്ധിച്ച കാര്യങ്ങളാണ് പറയുന്നത്. എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് കാത്തിരിപ്പിൻ്റെ നാളുകളിൽ പരിശുദ്ധാത്മാവിനെ പറ്റി എന്ന വിഷയത്തെ ആസ്പദമാക്കുകയാണ്. ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒരു വീഡിയോ ഉള്ളൂ, അത് ഒരു കൊല്ലം മുമ്പിട്ടതാണ്. ഈ കാത്തിരിപ്പിൻ്റെ നാളുകളിൽ വിശുദ്ധാത്മാവിനെ പറ്റി പറയുന്നത്. അതിൽ ചില പെശകുകൾ കണ്ടു. 1-2 വീഡിയോ ഉണ്ടു. നമ്മുടെ ബഹുമാനപ്പെട്ട വൈദികരാണ് അത് ഇട്ടിരിക്കുന്നത്. ഒരു കൊല്ലം മുമ്പുള്ള ഇതാണ്, ഇപ്പോഴത്തെ അല്ല. ഒരാൾ എനിക്കതൊരു ഫോർവേഡ് ചെയ്ത് തന്നു. അപ്പോൾ ഞാനത് നോക്കിയപ്പോൾ ഇങ്ങനെ ചില പെശകുകളുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പം അതിനെപ്പറ്റി ഒരു വീഡിയോ ഇടാൻ നമ്മൾ. അതിൽ അദ്ദേഹം പറയുന്നത് വെള്ളം വചനമാണെന്നാണ്. യോഹന്നാന്റെ സുവിശേഷം 3:4-5 പറയുന്നുണ്ടല്ലോ നിക്കോദിമോസിനോട്, നീ വെള്ളത്താലും ആത്മാവാലും ജനിച്ചില്ലെങ്കിൽ നിനക്ക് സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല. ഇവിടെ വെള്ളം വചനമാണ്. അങ്ങനെ പിതാക്കന്മാർ വ്യാഖ്യാനിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരിക്കലും ഒരു വ്യാഖ്യാനമില്ല. ഒരു പിതാവ് പറഞ്ഞിട്ടില്ല, നമ്മുടെ ഒരു പിതാവ് പറഞ്ഞിട്ടില്ല. പെന്തിക്കോസ്തുകാരുടെ വ്യാഖ്യാനമാണ് വെള്ളം വചനമാണെന്നുള്ളത്. അവരുടെ മാമോദീസയ്ക്ക് ചിലർ വെള്ളമില്ലാണ്ട് നടക്കണ്ടല്ലോ, അതിനെ സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. വെള്ളം തന്നെയാണ്, വചനമല്ല. അങ്ങനെ തന്നെ കർത്താവിന് പറയാമല്ലോ, വചനത്താലോ ആത്മാവാലോ ഇല്ലാതെ ഇത് പറഞ്ഞാൽ പോരെ. അത് കർത്താവ് പറഞ്ഞിട്ടില്ല, വേറെ ആരും പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് തെറ്റാണ്. പിന്നെ മറ്റൊന്ന് 16 ഞാൻ ആരാകുന്നത് നിങ്ങൾ പറയുന്നെന്ന് പറഞ്ഞു. പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് പറഞ്ഞു. ഉടനെ കർത്താവ് പറഞ്ഞു, ജഡരക്തങ്ങളെല്ലാം സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നതെന്ന് പറഞ്ഞു. അദ്ദേഹം ആ വചനം ഒന്ന് വളച്ചൊടിച്ചു. സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ആത്മാവാണ് നിനക്കത് വെളിപ്പെടുത്തി തന്നത്. ഒരു ആത്മാവിനെ പറ്റി പറയുമ്പോൾ ആത്മാവിന് കൂടുതൽ മുൻതൂക്കം കിട്ടാൻ വേണ്ടിയിട്ടാണോ അദ്ദേഹം അത് പറഞ്ഞതെന്ന് മനസ്സിലാവുള്ളത്. പിതാവിൻ്റെ ആത്മാവല്ല, പിതാവാണ് അവന്. പിതാവാണ്, എൻ്റെ സ്വർഗസ്ഥന എൻ്റെ പിതാവാണ് നിനക്ക് വെളിപ്പെടുത്തി തന്നു. പത്രോസിന് മാത്രമേ അത് വെളിപ്പെടുത്തി കൊടുത്തുള്ളൂ. വേറെ 11 ശിഷ്യന്മാർക്കും അത് കൊടുത്തില്ല. അതാണ് പ്രത്യേക കൃത്യം അവിടെ ഊന്നി പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ഈ പാറവേല ഞാൻ 2 സഭയെ പഠിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അത് അങ്ങനെയാണത്. അപ്പോൾ അതിൽ പെശക് കണ്ടു. പിന്നെ മറിയാമിൻ്റെ അഭിസംബോധന എലീശബത്തിൻ്റെ കാതിൽ ചെന്നപ്പോഴും അല്ലെങ്കിൽ കേട്ടപ്പോഴും പിള്ളേൻ്റെ വയറ്റിൽ തുള്ളിച്ചാടി എന്ന് എലിസബത്ത് പറയുമ്പോൾ, മറിയാമിൻ്റെ എല്ലാ അഭിസംബോധനയിലോ ഒന്നും അങ്ങനെ സംഭവിച്ചില്ല. അന്ന് ശരിയാണ്, അന്ന് കർത്താവ് മറിയാമിൻ്റെ വയറ്റിലുണ്ട്. അതുകൊണ്ടാണ് ആ ശക്തിയാൽ യോഹന്നാൻ മബ്ദാനെ തുള്ളിച്ചാടാനിടയായത്. എല്ലായ്പ്പോഴും അറിയാം, അഭിസംബോധന ചെയ്യുമ്പോൾ അങ്ങനെ സംഭവിക്കില്ല. അതൊരു പെശകാണ്. പിന്നെ അതേ പറഞ്ഞ നമ്മുടെ ആശീർവാദങ്ങളിലൊക്കെ പരിശുദ്ധാത്മാവുണ്ടെന്ന്. അല്ല, വിശുദ്ധ കുർബാന മധ്യേ നമ്മൾ റോഷ്മ കൊടുക്കുമ്പോൾ അതിനകത്ത് പരിശുദ്ധാത്മാവിൻ്റെ ആവാസം ഉണ്ടാകും. അല്ലാതെ വെറുതെ നമ്മൾ പ്രാർത്ഥനയുടെ സമയത്തോ മറ്റോ ഒരു ആശീർവാദം കൊടുക്കുമ്പോൾ അതിനകത്ത് പരിശുദ്ധാത്മാവ് നിറയുമെന്ന് പറയാൻ പറ്റില്ല. അത് ഒരു പെശകായിട്ടാണ് എനിക്ക് തോന്നിയത്. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത് അദ്ദേഹത്തിൻ്റെ പറയുന്നത്. പിന്നെ ഫിലിയോക്കെ വാദം പരിശുദ്ധാത്മാവിൻ്റെ പുറപ്പാടിനെ പറ്റി. പരിശുദ്ധാത്മാവ് പിതാവിൽ നിന്നാണ് പുറപ്പെടുന്നതെന്ന് യോഹന്നാൻ 15:26 കർത്താവിന് പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ കത്തോലിക്ക സഭ ഇപ്പോഴല്ല, കുറച്ച് കാലങ്ങളായല്ലോ, കുറവ് കൊല്ലങ്ങളായാലും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നു എന്നുള്ള ഭാഗം കൂട്ടിച്ചേർത്തു. കൊല്ലം ആവട്ടെ, അത് നമ്മൾ അംഗീകരിക്കുന്നില്ല. അത് വലിയ അബദ്ധമാണ് അവരാ പറയുന്നത്. ഇപ്പം അതിന് മാറ്റം വന്നിട്ടുണ്ടോ? ഇപ്പം പലരും മാറ്റി തുടങ്ങിയിട്ടുണ്ട്. പിതാവിൽ നിന്ന് മാത്രമേ പരിശുദ്ധോടെ പുറപ്പെടുന്നുള്ളൂ. പിതാവായ ദൈവത്തിൽ നിന്നാണ് പരിശുദ്ധാത്മാവ് പുറപ്പെടുന്നത്.
പുത്രൻ ജനിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. എല്ലാത്തിൻ്റെ ആധാരം പിതാവാണ്, സോഴ്സ്. പിതാവിൽ നിന്ന് പുത്രൻ ജനിക്കുന്നു, പിതാവിൽ നിന്ന് പരിശുദ്ധ റൂഹ് പുറപ്പെടുന്നു. പുത്രനിൽ നിന്നും പരിശുദ്ധ റൂഹ് പുറപ്പെടുന്നു എന്ന് പഠിപ്പിച്ചാൽ പുത്രൻ വേറെ ദൈവമാവും, വേറെ ആധാരമാവും, വേറെ സോഴ്സാവും പുത്രൻ. അപ്പോൾ പുത്രൻ വേറെ ദൈവമാവും. അപ്പോൾ തൃത്വത്തിൻ്റെ അടിത്തറ തന്നെ അത് ഇളകിക്കളയാണ്. അത് ഒന്ന് വ്യക്തമാക്കി ആളുകൾക്ക് കൊടുക്കണം, അല്ലെങ്കിൽ അത് സംശയത്തിന് ഇടയാകും. ഒരിടയ്ക്ക് കത്തോലിക്ക സഭ അത് ഡാഷ് ഇട്ടിട്ട് ഒരു ഹൈഫൺ ഇട്ട് പിതാവിൽ നിന്നും ഒരു ഹൈഫൺ പുത്രനിൽ നിന്നും അത് ഇഷ്ടംപോലെ ചേർക്കാം. അതാത് രൂപതയിലും മെത്രാൻ തീരുമാനിക്കട്ടെ എന്നൊക്കെ പറഞ്ഞാൽ അർത്ഥമില്ല. ഒരു മെത്രാന് വിശ്വാസത്തിൻ്റെ കാര്യം തീരുമാനിക്കാൻ അധികാരമില്ല. അത് സുന്നോദോസിന് മാത്രമേ അതിന് അധികാരമുള്ളൂ. അല്ലെങ്കിൽ സഭാതലവനായ മാർപ്പാപ്പ പറയണം. അപ്പോൾ അത് വലിയ തെറ്റാണ്. ഈ ബൈസന്റൈൻ സഭകളിൽ ചിലർ ബൈസന്റൈൻ സഭകൾ മിക്കവാറും മുഴുവനായിട്ടും പരിശുദ്ധ റൂഹായുടെ പുറപ്പാട് രണ്ട് തരത്തിലുണ്ടെന്നൊക്കെ ചില സഭകൾ പഠിപ്പിക്കുന്നുണ്ട്. ഗ്രീക്ക് ഓർത്തഡോക്സ് സഭ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, കത്തോലിക്ക വിശ്വാസത്തിൽ നിന്ന് മാറിയത് ഈ ഫിലിയോക്കെ വാദം നിമിത്തമാണ്. ബൈസന്റൈൻ സഭകൾ അധികം രണ്ട് സ്വഭാവകർത്താവിലുണ്ടെന്ന് പറയുന്നത് അർത്ഥത്തിൽ ഞാൻ പറഞ്ഞിട്ടത് മനസ്സിലാക്കണം. അപ്പോൾ പിതാവിൽ നിന്ന് മാത്രമാണ് പരിശുദ്ധ റൂഹ് പുറപ്പെടുന്നത്. വെളിപാട് 22:1 ദൈവത്തിൽ നിന്നും കുഞ്ഞാടിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധ റൂഹ് എന്ന് പറയുന്നുണ്ട്. ദൈവത്തിൽ നിന്നും കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി സ്ഫടികം പോലെ ശ്രേഷ്ഠമായ ജീവജലം പരിശുദ്ധാത്മാവാണല്ലോ. അപ്പം അവിടെ ദൈവത്തിൽ നിന്നും കുഞ്ഞാടിലിൻ്റെ സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്ന, ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ നിന്ന് കുഞ്ഞാടിൻ്റെ സിംഹാസനത്തിൽ നിന്നും, അല്ലെങ്കിൽ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ്. അങ്ങനെ പറയുമ്പോൾ ഈ പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പരിശുദ്ധ റൂഹ് പുറപ്പെടുന്നില്ലേ എന്നൊരു സംശയം വരാം. അത് നമ്മൾ വെളിവാക്കി കൊടുക്കേണ്ടത്. ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നത്, പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നു എന്നല്ല പറഞ്ഞത്. ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധ റൂഹ് എന്ന് പറയുമ്പോൾ പിതാവിൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധ റൂഹ് പുത്രനിൽ നിറഞ്ഞിരിക്കുകയാണ്. നമ്മുടെ വിശ്വാസം പിതാവിൽ നിന്ന് പുറപ്പെടുകയും പുത്രനിൽ നിന്ന് എടുക്കപ്പെടുകയും ചെയ്യുന്ന പരിശുദ്ധ റൂഹ് എന്നാണ്. അപ്പോൾ ആ വാക്യത്തെ ഉദ്ധരിച്ച് പുത്രനിൽ നിന്നും കൂടി പരിശുദ്ധ റൂഹ് പുറപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇത് തെറ്റാണ്. അങ്ങനെ വ്യാഖ്യാനമില്ല, ശ്രദ്ധിക്കുക. പിന്നെ വേറൊരച്ഛൻ പറഞ്ഞത്, പരിശുദ്ധാത്മാവ് ആദ്യ സൃഷ്ടിയിൽ വെള്ളത്തിന്മേൽ ആവസിച്ചുകൊണ്ടിരുന്നു. ശരിയാണത്. ആ വെള്ളം പിതാക്കന്മാർ പഠിപ്പിക്കുന്നൊരു പ്രോട്ടോപ്ലാസമായിരുന്നു എന്നാണ്. വെള്ളമല്ല, എന്നാൽ ഒരു വെള്ളത്തിൻ്റെ രൂപത്തിലുള്ളൊരു പ്രോട്ടോപ്ലാസം എന്ന് തന്നെയായിട്ട് പറയണം. അതിന്മേൽ പരിശുദ്ധാത്മാവ് ആവസിച്ചപ്പോൾ അതിന് ജീവൻ വെച്ച് അത് വളർന്നു തുടങ്ങി. പരിശുദ്ധാത്മാവ് ജീവൻ വെപ്പിക്കുന്നു അല്ലെങ്കിൽ വെക്കുന്നു എന്ന അർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞതൊക്കെ ശരിയാണ്. പക്ഷേ അവിടെ അദ്ദേഹം ഒരു തെറ്റ് പറഞ്ഞു. ദൈവത്തിന്മേൽ ആ വെള്ളത്തിന്മേൽ പരിശുദ്ധാത്മാവിനോടെ വെള്ളത്തിന്മേൽ പരിശുദ്ധാത്മാവ് ആവസിക്കുന്നു. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം പറഞ്ഞു. ആ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആ വചനത്തിന്മേൽ പരിശുദ്ധാത്മാവ് ആവസിച്ച് വെളിച്ചമുണ്ടായി എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് തെറ്റാ, അങ്ങനെ പറയാൻ പറ്റില്ല. ദൈവത്തിൻ്റെ വചനത്തിന് വേറെ ആത്മാവിൻ്റെ ശക്തി വേണ്ട. നമ്മൾ പറയുമ്പോൾ നമ്മളിപ്പോൾ കൂദാശകൾ അനുഷ്ഠിക്കുമ്പോൾ
ദൈവത്തിൻ്റെ വചനം നമ്മൾ പറഞ്ഞ് ആ കൂദാശ ചെയ്യുമ്പോൾ ആ വചനത്തിന് ജീവൻ വെച്ച് പരിശുദ്ധാത്മാവ് ആവസിച്ച് ജീവൻ വെച്ച് നമ്മൾ ഉദ്ദേശിക്കുന്ന വസ്തുവിൽ പരിശുദ്ധാത്മാവ് നിറയും. അപ്പോൾ മാമോദിസ സമയത്ത് വെള്ളത്തിന്മേൽ പരിശുദ്ധാത്മാവ് ആവസിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ വചനം നമ്മൾ ഉദ്ധരിച്ച് പട്ടക്കാരൻ കയ്യപ്പിള്ളാൾ വേണം, പട്ടക്കാരൻ അത് ഉച്ചരിച്ച് കൈ ആവസിപ്പിക്കുമ്പോൾ ആ വചനത്തിന്മേൽ പരിശുദ്ധാത്മാവ് ആവസിച്ച് അതിന് ജീവൻ വെച്ച് ആ വെള്ളം യോർദാനിലെ വെള്ളമായി മാറുന്നു എന്നാണ് നമ്മുടെ വിശ്വാസം. പിന്നെ മോറോനൊക്കെ ചേർക്കുന്നുണ്ട്, അത് വേറെ. ഞാൻ പറഞ്ഞത്രേ ഉള്ളൂ, ദൈവത്തിൻ്റെ വചനത്തിന്മേൽ പരിശുദ്ധാത്മാവ് വേറെ ആവസിക്കേണ്ട ആവശ്യമില്ല. ദൈവം പറഞ്ഞാൽ മതി. ഉണ്ടാകട്ടെ എന്ന് പറയുന്ന ദൈവം പിതാവ് സംസാരിക്കുന്നതൊക്കെ പുത്രനിൽ കൂടിയാണ് കേട്ടോ. ഇപ്പോൾ കർത്താവിന് പറയുന്നത് വചനം ജീവനും ആത്മാവാകുന്നു കർത്താവ് പറയുന്നുണ്ട്. വചനം ജീവനും ആത്മാവാകുന്നു, അത് ശരിയാണത്. ദൈവത്തിൻ്റെ വചനം, പിതാവിൻ്റെ വചനം, അതിന്മേൽ വേറെ ആത്മാവ് ആവശ്യിക്കേണ്ട ആവശ്യമില്ല. ആ വചനം ജീവനാണ്, ആത്മാവാണ്. ഞാൻ പറഞ്ഞ പൊരുള് മനസ്സിലായിക്കാന്ന് വിചാരിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തിന്മേൽ വേറെ പിന്നെ ആത്മാവ് വന്ന് ജീവൻ വെപ്പിക്കേണ്ട കാര്യമില്ല. അങ്ങനെ അദ്ദേഹം അങ്ങനെയാണ് പറഞ്ഞത്. പ്രോട്ടോപ്ലാസത്തിന്മേൽ അല്ലെങ്കിൽ വെള്ളത്തിന്മേൽ പരിശുദ്ധാത്മാവ് ആവസിച്ചു, വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആ ദൈവത്തിൻ്റെ ആത്മാവ് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ആ വചനത്തിന്മേൽ ആവസിച്ച് ജീവൻ നൽകി എന്നുള്ള അർത്ഥത്തിൽ അദ്ദേഹം പറയുന്നു. അത് തെറ്റാണ്. പിതാവിൻ്റെ വചനത്തിന് പരിശുദ്ധാത്മാവിൻ്റെ ആവാസം വേണ്ട. അല്ലാതെ തന്നെ പിതാവിൻ്റെ വചനം ജീവനും ആത്മാവാണ്. നമ്മൾ പറയുമ്പോൾ, ഉപദാശ ചെയ്യുമ്പോൾ, വേറെ ഏതെങ്കിലും കാര്യത്തിൽ പറയുമ്പോൾ, പട്ടക്കാരനിൽ കൂടി ദൈവത്തിന് ഉച്ചരിക്കപ്പെടുമ്പോൾ അത് ജീവൻ വയ്ക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ആവാസം ആവശ്യമാണ്. ദൈവം നേരിട്ട് പറയുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ വിശുദ്ധ കുർബാനയിൽ അപ്പവും വീഞ്ഞൊക്കെ ശരീരങ്ങളാക്കി തീർക്കുന്നത് അതിനെ ഉച്ചരിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ആവാസം മൂലമാണ് അത് പൂർത്തീകരിക്കപ്പെടുന്നത്, അത് നമുക്കറിയാം. അപ്പോൾ അതൊരു വിഷയമായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ അദ്ദേഹം പറഞ്ഞ വേറൊരു കുഴപ്പം, അത് വേറെ വശം പറഞ്ഞോ. ഇത് ആദ്യം പറഞ്ഞ അച്ഛൻ പുത്രൻ ഏകദൈവമാണെന്ന് അദ്ദേഹം പറഞ്ഞു. അത് തെറ്റാ. പിതാവായ ഏകദൈവമേ നമുക്കുള്ളൂ. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് നമുക്കുണ്ട്. ഏകദൈവം എന്ന് പിതാവിനെ പറ്റി മാത്രമേ പറയാവൂ. പുത്രനെ പറ്റിയോ പരിശുദ്ധാത്മാവിനെ പറ്റിയോ ഏകദൈവം എന്ന് പറയാൻ പാടില്ല. കാരണം പിതാവ് മാത്രമാണ് ഏകദൈവം. പിതാവിന്ന് പുത്രൻ ജനിക്കുന്നു, പിതാവിന്ന് പരിശുദ്ധ പുറപ്പെടുന്നു. പുത്രനിൽ നിന്ന് പിതാവ് ജനിക്കില്ല, പുത്രനിൽ നിന്ന് പരിശുദ്ധ പുറപ്പെടുന്നുമില്ല. അപ്പോൾ പിന്നെ ഏകദൈവമാണെന്ന് പറയാൻ പറ്റില്ല. അവൻ്റെ പരിശുദ്ധാത്മാവിൽ നിന്ന് പിതാവ് ജനിക്കുന്നില്ല, പരിശുദ്ധാത്മാവിൽ നിന്ന് പുത്രൻ ജനിക്കുന്നില്ല. അപ്പോൾ പരിശുദ്ധാത്മാവിനെ ഏകദൈവം എന്ന് അതും പറയാൻ പറ്റില്ല. ചുരുക്കത്തിൽ ഏകദൈവം എന്ന് പറയുന്നത് പിതാവിനെ പറ്റി മാത്രമേ പറയാവൂ. അപ്പോൾ നമ്മുടെ ചില നമസ്കാരത്തിൽ അതങ്ങനെ ഒരു ചെറിയ വിശകലപ്പുണ്ട്. ഞാൻ ഓരോന്നും സൂചിപ്പിച്ചു. പക്ഷെ ആരും തിരുത്തൊന്നും ചെയ്യുന്നില്ല, തെറ്റാണെന്ന് ആരും പറയുന്നുമില്ല. ഒരു സേവേരിയസിൻ്റെ മാനീസോയിൽ തെറ്റണ്ടി പറയാം, ഞാൻ തിരുത്താൻ തയ്യാറാണ്. വിശുദ്ധ തൃത്വത്തിൽ ഏകനും എന്ന് പുത്രൻ തമ്പുരാനെ പറ്റി പറയേണ്ടത് ശരിയല്ല. വിശുദ്ധ തൃത്വത്തിൽ ഒരുവൻ പുത്രനെ പറ്റി പറയുമ്പോൾ, പിതാവിനെ പറ്റി പറയുമ്പോൾ ഏകൻ എന്ന് പറയാം. അപ്പോൾ അത് നമ്മൾ ജനത്തിന് വെളിവാക്കി കൊടുക്കണം ഒരു കാര്യം പറയുമ്പോഴേ. പിന്നെ ഒരു കൈവപ്പുള്ള പട്ടക്കാരൻ്റെ സാന്നിധ്യത്തിലല്ലാതെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നിട്ടില്ല. അത് വലിയൊരു പോയിൻ്റാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. ഈ ബന്ധുക്കോസുകാരൊക്കെ ചെന്ന് കൈവപ്പില്ലാതെ അവർ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരട്ടെ, അത് ചെയ്യട്ടെ എന്ന് പറയുമ്പോഴേ യാതൊരു കാര്യമില്ല. വേദപുസ്തകത്തിൽ മുഴുവൻ പരിശോധിച്ചാലും വിശുദ്ധ ഗ്രന്ഥത്തിൽ മുഴുവൻ പരിശോധിച്ചാലും ഒരു കൈവപ്പുള്ള ആളിൻ്റെ സാന്നിധ്യത്തിലല്ലാതെ പരിശുദ്ധമായി ഇറങ്ങി വന്നിട്ടില്ല. അപ്പോൾ ചോദിക്കുമ്പോൾ ശബരിമലയിൽ
മാമോദിസ മുക്കിയ ആളുകളെ പിന്നെയും അവർക്ക് മാമോദിസ മുക്കിയിട്ട് എന്താ പരിശുദ്ധാത്മാവിനെ കിട്ടായിരുന്നത്? അതെന്തുകൊണ്ടാണ്? ഫിലിപ്പോസ് ശമ്മാശനായിരുന്നു അവിടെ സ്നാനം കൊടുത്തതേ, ശിഷ്യയായിട്ടില്ല, മൂപ്പനായിട്ടില്ല. ശിഷ്യ ആയെങ്കിൽ മാത്രമേ പട്ടത്വം പൂർണ്ണമാകുള്ളൂ. അവർക്ക് മാത്രമേ പരിശുദ്ധാത്മാവിനെ ആവസിപ്പിച്ച് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ശബരിയാകാരുടെ മുമ്പ് ഞങ്ങൾ പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് കേട്ടിട്ട് പോലുമില്ല. അപ്പോൾ അവിടെ പോയി പത്രോസ് യോഹന്നാനും ചെന്ന് അവരുടെ മേൽ തലമേൽ കൈവച്ച് പ്രാർത്ഥിച്ച് അവർക്ക് പരിശുദ്ധാത്മാവിനെ കൊടുക്കും. അപ്പോൾ കയ്യപ്പില്ലാത്ത ഒരാൾക്ക് പരിശുദ്ധാത്മാവിനെ ആവസിക്കാൻ കൊടുക്കുവാനും സാധ്യമല്ല. ഈ പെന്തക്കോസ്തുകാരും നവീകരണ സഭക്കാരും ഒക്കെ ചെന്ന് ഈ മണ്ടത്തരങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞ ആളുകളെ പറ്റിക്കുകയാണ്. എവിടെയെങ്കിലും ഒരു വാചകം കാണിച്ചു തരട്ടെ, ഈ കയ്യപ്പ് ഇല്ലാത്ത ആളുടെ സാന്നിധ്യത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നിട്ടില്ല. അതൊക്കെ നമ്മൾ എടുത്തു പറയേണ്ട പോയിന്റുകളാണ്. പിന്നെ പരിശുദ്ധാത്മാവ് ഒരു പുതിയ അറിവ് നമുക്ക് തരുന്നില്ല, അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പുത്രൻ പറഞ്ഞത്, അതായത് പുത്രൻ പറയുമ്പോൾ പിതാവ് പറയുന്നത് പുത്രനിൽ കൂടിയാണ്. പുത്രൻ പറയുന്നതൊക്കെ പിതാവ് പറയുന്നതിന് തുല്യമാണ്. പിതാവ് ചെയ്യുന്നതല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എൻ്റെ അർത്ഥം പിതാവ് പറയുന്നതല്ലാതെ എനിക്കൊന്നും പറയാൻ പറ്റില്ല എന്നാണ്. പുത്രന് സ്വന്തമായിട്ടൊന്നുമില്ല, ഒക്കെ പിതാവിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ പുത്രനിൽ കൂടിയാണ് പിതാവ് സംസാരിക്കുന്നത്. ആ സംസാരിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം വെളിവാക്കി തരുന്നു, അതിൻ്റെ വ്യാഖ്യാനം വെളിവാക്കി തരുന്നു. ശ്ലീഹന്മാർക്ക് ദൈവരാജ്യത്തിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കുകയാണ് പരിശുദ്ധ രൂപ. ഏത് മാർഗത്തിൽ കൂടിയാണ് ജനത്തെ ഇത് പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടത്? അതാണ് പരിശുദ്ധ രൂപ ചെയ്യുന്നത്. പരിശുദ്ധ രൂപയ്ക്ക് സ്വന്തമായിട്ട് ഒരഭിപ്രായം ഈ കാര്യത്തിൽ പറയാനില്ല. പുത്രനിൽ കൂടി പിതാവ് എന്ന് പറയുന്നുവോ അത് മാത്രമാണ്, അത് വെളിപ്പെടുത്തി കൊടുക്കുക, അതിന് വ്യാഖ്യാനിച്ചു കൊടുക്കുക, ജനത്തെ സ്വർഗരാജ്യത്തിലേക്ക് നയിക്കാനുള്ള മാർഗം കാണിച്ചു കൊടുക്കുക. അതൊക്കെയാണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്നത് എന്ന് നാം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത്രയും കാര്യങ്ങളാണ് പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്തെപ്പറ്റി, കാത്തിരിപ്പിൻ്റെ നാളുകളിൽ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. പിന്നെ മറ്റൊരു കാര്യം, 40 പെരുന്നാൾ കഴിഞ്ഞാൽ 50 പെരുന്നാൾ വരെ 10 ദിവസത്തേക്കാണ് കാത്തിരിപ്പിൻ്റെ പെരുന്നാൾ, കാത്തിരിപ്പിൻ്റെ ദിവസങ്ങൾ. നിങ്ങൾക്ക് ശക്തി കിട്ടണമെങ്കിൽ പരിശുദ്ധാത്മാവ് വരണം. അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ടല്ലോ. ആ ദിവസങ്ങളിൽ ശാരീരിക നോമ്പ് ഉണ്ട്, ഭക്ഷണ നോമ്പില്ല. നമ്മുടെ വിശ്വാസം പറയണം, ഭക്ഷണ നോമ്പില്ല, ഭക്ഷണത്തിൽ നോമ്പില്ല, പക്ഷെ ശാരീരിക നോമ്പുണ്ട്, വ്രതം പാലിക്കണം. അതുകൊണ്ടാണ് ഈ 10 ദിവസത്തേക്ക് കല്യാണങ്ങൾ നടത്താൻ പാടില്ല എന്ന് പറയുന്നത്. അത് തെറ്റാണല്ലോ. കല്യാണങ്ങൾ നടത്തി കഴിഞ്ഞാൽ വ്രതം പാലിക്കലും ശരിയാവില്ല. മാമോദിസം വെക്കണതിനൊന്നും കുഴപ്പമില്ല, വേറെ കൂതാശകളൊക്കെ നടത്താം. പക്ഷേ വിവാഹ കൂതാശ മാത്രം നടത്തുവാൻ പാടില്ല. ഒരു തിരുമേനിയും അതിന് ഒരു ഒഴിവും കൊടുക്കില്ല. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. കല്യാണങ്ങളൊക്കെ തീരുമാനിക്കുമ്പോഴാണ് അത് കാത്തിരിപ്പിൻ്റെ നാളുകളിലാണോ വരുന്നതെന്ന് ചിന്തിച്ച് ചെയ്യാം. എൻഗേജ്മെൻ്റ് നടത്താം, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ ശാരീരിക നോമ്പ് 10 ദിവസത്തേക്ക് ഉണ്ടെന്നുള്ളത് പ്രത്യേകം ഓർത്തിരിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കുന്നല്ല, അങ്ങനെ വേണം. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.